നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഓഹരി വിപണിയിൽ വലിയ ചാഞ്ചാട്ടമാണ് പോയ വാരവും ഉണ്ടായത്. വെള്ളിയാഴ്ച വിപണിയിലെ ലാഭമെടുപ്പ് മൂലം വലിയ നഷ്ടം രേഖപ്പെടുത്തി. നിഫ്റ്റി 10,500 മുകളിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ മാർക്കറ്റ് വാച്ചിൽ ഹെഡ്ജ് ഇക്വിറ്റീസിന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ ഭുവനേന്ദ്രൻ ചേരുകയാണ്. നമസ്കാരം ഭുവനേന്ദ്രൻ, മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിലെല്ലാം നമ്മൾ സൂചിപ്പിച്ചതുപോലെ വലിയ തോതിലുള്ളൊരു ചാഞ്ചാട്ടം ഈ വർഷത്തിൻ്റെ അവസാന വാരത്തിലേക്ക് കടക്കുമ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പല ആഗോള ഘടകങ്ങൾക്കൊപ്പം തന്നെ ഇന്ത്യൻ ഘടകങ്ങളും വിപണിയെ സ്വാധീനിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ആഴ്ചയും നമ്മൾ കണ്ടത്. എങ്ങനെയാണ് താങ്കൾ പോയ വാരത്തെ വിലയിരുത്തുക? പ്രത്യേകിച്ചും വെള്ളിയാഴ്ച അടക്കമുണ്ടായ ഒരു സെൽ ഓഫിനെ താങ്കൾ എങ്ങനെ കാണുന്നു? മാർക്കറ്റ് ഈ വീക്ക് ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് മൂവ് ചെയ്തു. ഇനീഷ്യൽ 3 days മാർക്കറ്റ് ഒരു ബുള്ളിഷ് പാറ്റേൺ തന്നെ ഫോളോ ചെയ്തു. നിഫ്റ്റി 10,985 11,000 അടുത്തേക്ക് മൂവ് ചെയ്തിരുന്നു. എന്നാൽ അഗെയിൻ ഫ്രൈഡേ ആണ് ഡീപ്പ് കറക്ഷൻ മോഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തു. അതിന് പ്രധാനമായിട്ട് റീസൺ ഒരു ഗ്ലോബൽ ന്യൂസ് തന്നെയാണ്. ഫെഡിൻ്റെ റേറ്റ് ഹൈക്ക് തന്നെയാണ്. അതുപോലെ തന്നെ വീണ്ടും ഒരു 2 times റേറ്റ് ഹൈക്കിനുള്ള പോസിബിലിറ്റി. ഈ 2 റീസൺ കൊണ്ടാണ് അത് ഗ്ലോബൽ US മാർക്കറ്റിലും യൂറോപ്പ് ഏഷ്യൻ മാർക്കറ്റിലെല്ലാം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ റിഫ്ലക്ഷനാണ് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലും ഫ്രൈഡേ ഒരു ഡീപ്പ് കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യാനുള്ളൊരു പ്രധാന റീസൺ അത് തന്നെയായിരുന്നു. ഇത് ഗ്ലോബൽ മാർക്കറ്റിലെല്ലാം എഫക്റ്റ് ചെയ്തു. മാർക്കറ്റ് മൊമെൻറ്റം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റിലെ ഇനീഷ്യൽ 3 days റൈഡിനുള്ള പോസിബിലിറ്റിയും കണ്ടിരുന്നത്. എന്തായാലും എലക്ഷൻ റിസൾട്ടിന് അന്ന് 10,333 നിന്നാണ് 600 പോയിൻറ്റ്സിൻ്റെ 650 പോയിൻറ്റ്സിൻ്റെ റൈഡാണ് ഓൾമോസ്റ്റ് ഒരു 1 വീക്കിനുള്ളിൽ വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്തത്. എന്തായാലും ഫർദർ മാർക്കറ്റ് മൊമെൻറ്റം ഒരു പോസിറ്റീവായി കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതേസമയം തന്നെ വലിയൊരു റൈഡിനുള്ള പോസിബിലിറ്റിയും നിലനിൽക്കുന്നില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ തന്നെയാണ്. അതിൽ പ്രധാനമായിട്ടും ക്രൂഡിൻ്റെ കറക്ഷനാണ്. ക്രൂഡ് ഓയിൽ വീണ്ടും കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യുന്നു. 1 year ലോയിലേക്ക് ക്രൂഡ് ഓയിൽ പോകുന്നു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് തന്നെയാണ്. അതിൽ റുപ്പി സ്ട്രെങ്തൻ ചെയ്യുന്നു. അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള ഡൊമസ്റ്റിക് ന്യൂസുകൾ ഉണ്ടെങ്കിൽ പോലും അതാണ് മാർക്കറ്റിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു റൈഡിൻ്റെ ഒരു റീസൺ ഇത് തന്നെയായിരുന്നു. എന്നാൽ അതിന് ശേഷമാണ് ഈ ഗ്ലോബൽ ന്യൂസ്, വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ഗ്ലോബൽ ന്യൂസ് വരികയും അതുപോലെ തന്നെ നിലനിൽക്കുന്നതാണ് ട്രേഡ് വാർ, ഗ്ലോബൽ ഗ്രോത്ത് കൺസേണൊക്കെ തന്നെ ഹോണ്ട് ചെയ്യുന്നുണ്ട് ഗ്ലോബൽ മാർക്കറ്റിനെ എല്ലാം. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള ഗ്ലോബൽ ന്യൂസുകൾ ഇന്ത്യൻ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതാണ് ഫ്രൈഡേ നമ്മൾ കണ്ട ഒരു ഡീപ്പ് കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു റീസൺ. ഞാൻ ലാസ്റ്റ് വീക്ക് പറഞ്ഞു മാർക്കറ്റ് വോളറ്റൈൽ ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് വരും ദിവസങ്ങളിൽ മാർക്കറ്റിൽ വോളറ്റിലിറ്റി വളരെ കൂടും. അങ്ങനെ ഇങ്ങനെയുള്ള ന്യൂസുകൾ മാർക്കറ്റിനെ റൈഡ് ചെയ്യിക്കുന്നു. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് വളരെ കെയർഫുള്ളായി മാർക്കറ്റിനെ അനലൈസ് ചെയ്യുകയും മാർക്കറ്റിൽ എൻട്രി ചെയ്യുന്നവരെ സംബന്ധിച്ച് വളരെ കെയർഫുള്ളായിട്ട് മാർക്കറ്റിനെ അനലൈസ് ചെയ്യണം. കാരണം ഗ്ലോബൽ ന്യൂസുകളും ഡൊമസ്റ്റിക് ഇക്കണോമിക് പൊളിറ്റിക്കൽ ന്യൂസുകളും ഗ്ലോബൽ പൊളിറ്റിക്കൽ ഇക്കണോമിക് ന്യൂസുകളൊക്കെ തന്നെ മാർക്കറ്റിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സമയങ്ങളാണ് വരാൻ പോകുന്നത്. ഭുവനേന്ദ്രൻ, ഇനി അടുത്ത ആഴ്ചത്തെ സാധ്യതകൾ കൂടി നമുക്ക് പരിശോധിക്കാം. വരുന്ന വാരം വിപണി ഏത് തരത്തിൽ നീങ്ങാനാണ് സാധ്യത? പ്രത്യേകിച്ചും ആഗോള ഘടകങ്ങൾ അമേരിക്കയും ചൈനയും അടക്കമുള്ള സംഘർഷ സമാനമായ സാഹചര്യം വ്യാപാര മേഖലയിൽ ഉണ്ടായിരിക്കുന്നു. മാത്രമല്ല മറ്റ് പല ഘടകങ്ങൾ, ക്രൂഡ് ഓയിൽ വിപണിയിൽ ഉണ്ടായിരിക്കുന്ന ചാഞ്ചാട്ടം, ഇതെല്ലാം നേരിട്ട് വിപണിയെ സ്വാധീനിക്കുന്ന കാഴ്ചകൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. വരുന്ന ആഴ്ചയും ഇത്തരം ഘടകങ്ങൾ തുടരാനാണ് സാധ്യത? എങ്ങനെയാണ് താങ്കൾ വരുന്ന ആഴ്ചത്തെ വിപണിയെ കാണുന്നത്? നെക്സ്റ്റ് വീക്ക് അഗൈൻ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ഫേസിൽ തന്നെ മൂവ് ചെയ്യാനാണ് അഭിലാഷ് സാധ്യത കൂടുതൽ. കാരണം മേജർ ന്യൂസുകൾ, പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളൊന്നും തന്നെ ഇല്ല. അതോടൊപ്പം തന്നെ മേജർ നെഗറ്റീവ് ന്യൂസ് എന്ന് പറയുന്നത് ഓൾറെഡി വന്നു കഴിഞ്ഞു. അത് വളരെയധികം ആളുകൾ കാത്തിരുന്നൊരു ഡാറ്റ തന്നെയാണ് പുറത്തു വന്നത്. അതിൻ്റെ ഔട്ട്കം വളരെ മോശമായി. അതിനോട് മാർക്കറ്റ് റിയാക്ട് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് വീക്ക് വീണ്ടും അഗൈൻ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് പോകും. അതോടൊപ്പം തന്നെ വോളറ്റൈൽ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ക്രൂഡ് പ്രൈസിൻ്റെ മൂവ്മെൻറ്റ്, റുപ്പി, അതുപോലെ ട്രേഡ് വാർ, അതുപോലെ ഗ്ലോബൽ ഗ്രോത്ത് കൺസേൺ, ഇതൊക്കെ തന്നെയാണ് ലൈവായി നിൽക്കുന്ന ന്യൂസ്. അതിനനുസരിച്ച് മാർക്കറ്റിൽ വോളറ്റിലിറ്റി ഉണ്ടാകാം. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഈ ന്യൂസുകളൊക്കെ തന്നെ വളരെ കെയർഫുള്ളായിട്ട് നെക്സ്റ്റ് വീക്ക് വാച്ച് ചെയ്യുക. നെക്സ്റ്റ് വീക്ക് ഒരു ഹോളിഡേ മൂഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യത, അതുകൊണ്ട് വലിയ വോളറ്റിലിറ്റിക്കുള്ള സാധ്യത കുറവാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് ഡിസംബർ ഒരു ഹോളിഡേ മൂഡിലേക്ക്, നമ്മളെ സംബന്ധിച്ചുള്ള ഗ്ലോബൽ മാർക്കറ്റ് എല്ലാം തന്നെ ഒരു ഹോളിഡേ മൂഡിലേക്ക് പോകാനുള്ള സാധ്യത, അതുകൊണ്ട് വലിയ ആക്ടിവിറ്റി മാർക്കറ്റിൽ വളരെ കുറവാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഭുവനേന്ദ്രൻ, നമുക്ക് ഇനി ടെക്നിക്കൽ ചാർട്ട് കൂടി ഒന്ന് പരിശോധിക്കാം. എന്താണ് ചാർട്ട് പറയുന്നത്? എവിടെയാണ് പ്രധാനപ്പെട്ട സപ്പോർട്ടുള്ളത്? ടെക്നിക്കലി സപ്പോർട്ട് 10,680 to 10,700 എന്ന് പറയുന്ന ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു മേജർ സപ്പോർട്ട് തന്നെയാണ്. അത് ഹോൾഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് നെക്സ്റ്റ് വീക്ക് അത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. 11,000 ആണ്
അടുത്ത വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ഇപ്പോൾ നമുക്കറിയാം ലാസ്റ്റ് വീക്ക് പോലും 10,985 വരെ 11,000 അടുത്ത് വന്നതിന് ശേഷമാണ് മാർക്കറ്റ് ഒരു ഡീപ്പ് കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തത്. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ 300 പോയിൻറ്റ്സിൻ്റെ വേരിയേഷൻ വരും ദിവസങ്ങളിൽ വരാനാണ് സാധ്യത. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ വരുന്ന 6 മന്ത്സ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ വളരെ വോളറ്റൈൽ ആയിരിക്കും മാർക്കറ്റ്. അതിനുള്ള പ്രധാന റീസൺ നമ്മളെ സംബന്ധിച്ച് ബഡ്ജറ്റ് വരുന്നു, കോർപ്പറേറ്റ് ഏണിങ്സ്, ഇപ്പോൾ 2 വീക്സിനുള്ളിൽ അഗൈൻ കോർപ്പറേറ്റ് ഏണിങ്സ് വരുന്നു, അതിനോട് മാർക്കറ്റ് റിയാക്ട് ചെയ്യും. ഗ്ലോബൽ ന്യൂസ് എന്ന് പറയുന്നത് ട്രേഡ് വാറാണ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ്. അതുപോലെ ഈ ഗ്ലോബലി വരാവുന്ന ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, ഇതൊക്കെ തന്നെ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മളെ സംബന്ധിച്ച് ഇലക്ഷൻ വരുന്നു, അതിൻ്റെ അലയൻസ്, അതിനനുസരിച്ചുള്ള മൂവ്മെൻറ്റ് മാർക്കറ്റിൽ വരാം. അപ്പോൾ എന്തായാലും അടുത്ത 6 മാസം എന്ന് പറയുന്നത് ടെക്നിക്കൽ മൂവ്മെൻറ്റിലുപരി മാർക്കറ്റിൽ ന്യൂസ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു മൂവ് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ലൈവായി നിൽക്കുന്ന വളരെയധികം ന്യൂസുകൾ ഗ്ലോബൽ ഫ്രണ്ടിലുമുണ്ട്, ഇന്ത്യൻ ഫ്രണ്ടിൽ നിലനിൽക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ആശ്വാസം എന്ന് പറയുന്നത് ക്രൂഡ് പ്രൈസിൻ്റെ കറക്ഷനാണ്. അത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ പോസിറ്റീവ് തന്നെയാണ്. കാരണം അതുപോലെ റുപ്പി സ്ട്രെങ്തൻ ചെയ്യുന്നു, ഇതൊക്കെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതുപോലെ ഇന്ത്യയുടെ ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഇന്ത്യൻ എക്കണോമി റിലേറ്റഡ് അതിൽ മാക്രോ ഫാക്ടേഴ്സ് എല്ലാം ഇന്ത്യയെ സംബന്ധിച്ച് ഫേവറബിൾ ആണ്. അതാണ് ഇന്ത്യയുടെ പോസിറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അടുത്ത 6 മാസം എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് നല്ല ബിസിനസ് ഓൺ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾക്ക് പലപ്പോഴും അറിയാം പല സ്റ്റോക്കുകളും ഡീപ്പ് കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും റിക്കവറി വളരെ ഫാസ്റ്റർ ഫേസിൽ വരുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഡിസംബർ 11 ഇലക്ഷൻ ഡേയിൽ നിന്നും മാർക്കറ്റിൻ്റെ മൂവ് നമുക്ക് മനസ്സിലാകും. വളരെ ഷാർപ്പായിട്ട് നിഫ്റ്റിയിൽ പോലും 650 പോയിൻ്റ് റൈഡ് വന്നു. ഇൻഡിവിജ്വലായിട്ട് പല സ്റ്റോക്കിലും 8 to 10% റൈഡ് ഫ്രണ്ട് റൺ സ്റ്റോക്കിൽ സംഭവിച്ചു. അപ്പോൾ ക്വാളിറ്റി സ്റ്റോക്കിലേക്ക് നമ്മുടെ ഫോക്കസ് പോകണം. പഴയ രീതിയിലുള്ള ഇല്ലിക്വിഡ് ആയിട്ടുള്ള സ്റ്റോക്ക്, സ്മോൾ ക്യാപ്പ്, അതുപോലെ ഫണ്ടമെൻ്റലി സൗണ്ട് അല്ലാത്ത സ്റ്റോക്കിലേക്ക് നമ്മളുടെ ഫോക്കസ് പോകാൻ പാടില്ല. നമ്മൾ വിസിബിൾ ആയിട്ടുള്ള വളരെ നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന കമ്പനികളിലേക്ക് നമ്മളുടെ ഫോക്കസ് പോകുന്നതായിരിക്കും നല്ലത്. അതല്ലാതെ നമ്മൾ ടിപ്സിന് പുറകെ ഒരിക്കലും പോകരുത്. വളരെ ക്വാളിറ്റി കമ്പനികളിൽ മാത്രമേ ഇനി റൈഡ് സംഭവിക്കാൻ സാധ്യതയുള്ളൂ. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതല്ലെങ്കിൽ വലിയൊരു ബുൾ റൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ എല്ലാ സ്റ്റോക്കുകളും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സെലക്റ്റീവായിട്ടുള്ള ബൈയിങ് ആണ്. അത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ശരി, അതുപോലെ തന്നെ നമ്മുടെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും അവർ ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഓരോ റീറ്റെയിൽ ഇൻവെസ്റ്ററും അടുത്തൊരു 6 മാസം എന്ന് പറയുന്നത് നല്ലൊരു ബിസിനസ് ഓൺ ചെയ്യാനുള്ളൊരു അവസരമായിട്ട് മാർക്കറ്റിനെ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള. മാർക്കറ്റ് വാച്ചിൽ ഇനി ഒരു കത്ത് പരിശോധിക്കുകയാണ്. ശ്രീ സെബാസ്റ്റ്യൻ ജോസഫിൻ്റെ കത്താണ്. ഓപ്ഷൻസ് ട്രേഡിങ്ങിൽ തൽപരനായിരുന്നു. അദ്ദേഹത്തിന് ഏകദേശം 10 ലക്ഷം രൂപയുമായി വിപണിയിൽ നിക്ഷേപത്തിന് വന്നയാളാണ്. 1 ലക്ഷം രൂപ മാത്രമേ ഇപ്പോൾ അക്കൗണ്ടിലുള്ളൂ. വലിയ തോതിലുള്ള നഷ്ടം തനിക്ക് സംഭവിച്ചു എന്നാണ് ശ്രീ സെബാസ്റ്റ്യൻ ജോസഫ് പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ തനിക്കുണ്ടായത്, ഏത് തരത്തിലൊരു പിശകാണ് തനിക്ക് പറ്റിയത് എന്ന് ശ്രീ സെബാസ്റ്റ്യൻ ജോസഫ് ചോദിക്കുന്നു. സമാനമായ അനുഭവമുള്ള ധാരാളം ആളുകൾ വിപണിയിൽ ഉണ്ടാകും. അത്തരം പല കത്തുകളും ലഭിക്കാറുണ്ട്. എല്ലാവർക്കും കൂടി ശ്രീ ഭുവനേന്ദ്രൻ, എന്താണ് സെബാസ്റ്റ്യൻ ജോസഫിനോട് പറയാനുള്ളത്? അഭിലാഷ്, കഴിഞ്ഞൊരു 2 വർഷമായിട്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ലെറ്ററുകൾ നമ്മൾക്ക് വരാറില്ല. ഇതിനു മുമ്പ് പലപ്പോഴും സംഭവിക്കാറുണ്ടായിരുന്നു. ഇൻവെസ്റ്റേഴ്സ് മെച്യൂർഡായി എന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ വീണ്ടും ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ കളയുന്നു എന്നുള്ളതാണ്. അതും പ്രധാനമായിട്ട് ഇദ്ദേഹം ഓപ്ഷൻസിലാണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ 1 വർഷം കൊണ്ട് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് 9 lakhs rupees. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത് പ്യുവർ ഗാംബ്ലിംഗ് ആണ്. അതിന് വളരെയധികം നോളജ് ആവശ്യമാണ്. ഇത് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ന്യൂസിനെ ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഇവൻറ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഒരു ടൂളാണ്. ഇറ്റ്സ് എ ടൂൾ. അത് ഓരോ ഇൻവെസ്റ്ററും മനസ്സിലാക്കണം. ഇതൊരു ഇൻഷുറൻസ് പ്രീമിയം പോലെയാണ്. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് ഇലക്ഷൻ റിസൾട്ട് സമയത്ത് 10,333 പോയി. ആ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്കതൊരു കോൾ എടുക്കാം. കാരണം അവിടെ നമുക്ക് നഷ്ടപ്പെടുന്നത് പ്രീമിയം മാത്രമാണ്. ഇതിന് ഹൈ നോളജ് ആവശ്യമാണ്. ഇപ്പം നിഫ്റ്റി 10,333 നിന്നാണ് 10,985 റൈഡ് സംഭവിച്ചത്. ഈ ഡേയിൽ ആ ഇലക്ഷൻ റിസൾട്ടിൻ്റെ തലേ ദിവസം നമ്മൾക്ക് വേണമെങ്കിൽ നിഫ്റ്റിയുടെ 10,100-ൻ്റെയോ അല്ലെങ്കിൽ 10,500-ൻ്റെയോ കോള് പുട്ടൻ രണ്ടും ഹെഡ്ജ് ചെയ്യാം. കാരണം ഒരു ഹെഡ്ജിങ് ടൂളായിട്ടാണ് പലപ്പോഴും ഓപ്ഷൻസിന് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഒരു ലോട്ടറി എടുക്കുന്ന പോലെയാണ്. നമ്മളത് എടുത്ത് നഷ്ടപ്പെട്ടാൽ നമുക്ക് പ്രീമിയം നഷ്ടപ്പെടും. അതോടൊപ്പം തന്നെ ഒരു ചാൻസ് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ഇതൊരു പ്യുവർ ഒരു ട്രേഡിംഗ്, വളരെ ഇൻ്റലിജൻസ്, വോളറ്റിലിറ്റി ഇൻഡെക്സ് സ്റ്റഡി ചെയ്യണം. അതല്ലാതെ ബ്ലൈൻഡായിട്ട് ഒരിക്കലും ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് പോയാൽ നമുക്ക് പൈസ നഷ്ടപ്പെടും. അതേ സമയത്ത് നോളജ് നമ്മൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓപ്ഷനിൽ നമുക്ക് പൈസ ഗെയിൻ ചെയ്യാൻ സാധിക്കും. ഇദ്ദേഹത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 1 വർഷം കൊണ്ട് പൈസ വളരെയധികം നഷ്ടപ്പെട്ടു. ഇപ്പോൾ 10,300 അല്ലെങ്കിൽ 10,400 നിഫ്റ്റി നിൽക്കുമ്പോൾ
നമ്മളുടെ ഒരു കണക്ക് കൂട്ടൽ ഇലക്ഷൻ റിസൾട്ടിന് ശേഷം ഒരു കറക്ഷൻ വരും, അതിൽ നമ്മൾക്ക് റൈഡിനുള്ള പോസിബിലിറ്റി. അപ്പോൾ നമുക്ക് 10,200 ഒരു പുട്ട് ഓപ്ഷൻ അല്ലെങ്കിൽ 10,600 കോൾ ഓപ്ഷനും രണ്ടും എടുത്ത് ഹെഡ്ജ് ചെയ്യാം. അപ്പോൾ മാർക്കറ്റിൽ റൈഡ് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് കോൾ ഓപ്ഷനിൽ നമുക്ക് പൈസ കിട്ടും. അതേസമയത്ത് മാർക്കറ്റിൽ ഡീപ്പ് കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ പുട്ട് ഓപ്ഷനിൽ നമുക്ക് പൈസ. വളരെയധികം ടൂൾ ഇതിനകത്ത് ആവശ്യമുണ്ട്, വളരെയധികം നോളജ് ആവശ്യമുള്ള, വളരെ സിമ്പിളായിട്ട് ഇതാണ്. ഇങ്ങനെ പോലും ചിന്തിച്ചാൽ പോലും നഷ്ടപ്പെടും നമ്മൾ ലിമിറ്റഡ് ലോസ്. എത്രയാണോ നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രീമിയം, അത് 20 റുപ്പീസാണോ 30 ആണോ 50 ആണോ, ആ പൈസ മാത്രമേ നമുക്ക് നഷ്ടപ്പെടുകയുള്ളൂ. അതേസമയത്ത് റൈഡ് സംഭവിച്ചാൽ അത് 300 400 500 റുപ്പീസ് കിട്ടിയാൽ നമുക്കത് ഗെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊരു ട്രേഡിംഗ് ടൂളാണ്. അതിന് വ്യക്തമായിട്ടുള്ള നോളജ്, ഡിസിഷൻ മേക്കിംഗ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. വളരെയധികം വെച്ചാൽ ഇതൊരു ഗ്ലോബൽ ന്യൂസുകൾ സ്റ്റഡി ചെയ്യാനുള്ള ഒരു സംവിധാനം നമുക്ക് വേണം, വളരെയധികം നോളജ് വേണം, ക്യാപിറ്റൽ ഡിസിപ്ലിൻ വേണം. അപ്പോൾ ഇങ്ങനെയുണ്ട് എങ്കിൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക്, ഫ്യൂച്ചർ ട്രേഡിങ്ങിലേക്ക് നമ്മൾ മൂവ് ചെയ്യാൻ പാടുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മൾക്ക് അഡ്വൈസ് തരുന്ന, ഇപ്പോൾ ഇദ്ദേഹം ബ്രോക്കിംഗ് ഹൗസിനെയാണ് ബ്ലെയിം ചെയ്യുന്നത്, പക്ഷെ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ഹാർഡ് ആൻഡ് മണിയാണ്, അത് നമ്മൾ വേറൊരാളെ ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നോളജ് എത്രത്തോളമുണ്ട്, നമ്മൾക്ക് ഈ ഗൈഡൻസ് തരാനുള്ള നോളജ് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇത് വീണ്ടും വീണ്ടും ഇൻവെസ്റ്റേഴ്സിനെ മാർക്കറ്റ്, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ നിന്നെല്ലാം തന്നെ മാർക്കറ്റിനെ ഇൻവെസ്റ്റേഴ്സ് ബ്ലെയിം ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന റീസൺ ഈ ട്രേഡിങ് തന്നെയാണ്. ട്രേഡ് ചെയ്യുന്നു, 2 റീസണാണ്. ഒന്ന്, ട്രേഡ് ചെയ്ത് പൈസ നഷ്ടപ്പെടുത്തുന്നു. അതിൽ ഓപ്ഷൻ ട്രേഡിങ്, ഫ്യൂച്ചർ ട്രേഡിങ്, ബ്ലൈൻഡ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഡയറക്റ്റ് ട്രേഡിങ്, ദെൻ ടിപ്സാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഗ്രീഡ് ഓറിയൻറ്റഡ് ആണ്, ഗ്രീഡാണ്. ഈ ഓപ്ഷൻ ട്രേഡിങ്ങും ഫ്യൂച്ചർ ട്രേഡിംഗ് എന്നൊക്കെ പറയുന്ന മാർജിൻ ട്രേഡിംഗ് ആണ്. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ ഗെയിൻ ചെയ്യാനുള്ള, സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം എന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് വരുന്നത്. അവിടെ ഗ്രീഡ് ഓറിയൻറ്റഡ് ആണ്, നമുക്ക് പൈസ നഷ്ടപ്പെടും, നമ്മൾ ലിവറേജ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ടിപ്സ്, നമുക്ക് 20 റുപ്പീസിൻ്റെ ഒരു ഷെയർ ബോംബെയിൽ ടിപ്സ് കിട്ടും, ഇത് 200 റുപ്പീസിലേക്ക് പോകുമെന്ന് ന്യൂസ്. അപ്പോൾ നമ്മളവിടെ ഗ്രീഡാണ്, നമ്മളെ ഹോണ്ട് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ അതും നമുക്ക് പൈസ നഷ്ടപ്പെടും. അപ്പോൾ ഒരു പോയിൻറ്റിലും ഈ ടിപ്സിന് പുറകെ പോകരുത്. അതുപോലെ ഈ ഓപ്ഷൻ ട്രേഡിംഗ്, ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള നോളജ്, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഡിസിഷൻ മേക്കിംഗ്, അതുപോലെ തന്നെ ഹൈ നോളജ്, ക്യാപിറ്റൽ ഡിസിപ്ലിൻ, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇതിലേക്ക് പ്രവേശിക്കാൻ പാടുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പൈസ നഷ്ടപ്പെടും. എത്രയോ പൈസ കിട്ടിയതിൽ കൂടുതൽ ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നോളജ് ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് പ്രോപ്പറായിട്ട് നോളജോടുകൂടി എഗെയിൻ ഈ പൈസ നഷ്ടപ്പെട്ടു, ഇത് വീണ്ടും തിരിച്ചു പിടിക്കാനായി വീണ്ടും നമ്മൾ ഈ ട്രേഡിങ്ങിലേക്ക് പോകുന്നു, വീണ്ടും നമുക്ക് പൈസ നഷ്ടപ്പെടാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് വ്യക്തമായി പഠിച്ചതിന് ശേഷം മാത്രം സ്റ്റോക്ക് മാർക്കറ്റിൽ എൻട്രി ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ HDFC അല്ലെങ്കിൽ കോട്ടക് മഹീന്ദ്ര, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, L&T പോലുള്ള നല്ല ബിസിനസ് ഓൺ ചെയ്യാൻ, അതല്ലെങ്കിൽ നമ്മൾ വി ഗാർഡ്, അങ്ങനെ എത്രയോ നല്ല സ്റ്റോക്കുകൾ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള സ്റ്റോക്കിൻ്റെ പാർട്ടായി മാറാനാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതല്ലാതെ എഗെയിൻ ഇദ്ദേഹം ട്രേഡിങ്ങിലേക്ക് പോയാൽ വീണ്ടും പൈസ നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകും. അടുത്ത കത്തിലേക്ക് പോകാം. ശ്രീ രാഘവൻ്റെ മെയിലാണ്, അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ടാറ്റ ഗ്ലോബൽ, കോട്ടക്, ഗോദ്രേജ് കൺസ്യൂമർ, HUL, അൾട്രാടെക്, എക്സൈഡ് ആൻഡ് ഡോക്ടർ റെഡീസ്, ഈ സ്റ്റോക്കുകളിൽ എന്ത് നിലപാടെടുക്കണം എന്നാണ് ശ്രീ രാഘവൻ ചോദിക്കുന്നത്. അഭിലാഷ്, നേരത്തെ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി ആളുകൾ വളരെ നല്ല പോർട്ട്ഫോളിയോയാണ് ഇപ്പോൾ അയച്ചു തരുന്നത്. അപ്പോൾ നല്ല ഇൻവെസ്റ്റേഴ്സ് ഇപ്പോഴുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ലെറ്ററിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഇതിൽ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റോക്ക് ടാറ്റ ഗ്ലോബലാണ്. ടാറ്റ ഗ്ലോബലിനെ സംബന്ധിച്ച് ഇയർലി ലോയിലേക്ക് വരുന്നു. അതുപോലെ തന്നെ കോഫി, ടീ, ഇതിൻ്റെ മാനുഫാക്ചറിങ്, ഡിസ്ട്രിബ്യൂഷനിലൊക്കെയാണ് ഇവർ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. വളരെ ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള സ്റ്റോക്കാണ്. അതേ സമയത്ത് തന്നെ 34% അടുത്ത് ഇയർലി ലോയിൽ നിന്ന് കറക്റ്റ് ചെയ്തു. അപ്പോൾ ഫെയർ വാല്യൂയിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്തു എന്നുള്ളതാണ്. വാല്യുവേഷനാണ് ഇതിൻ്റെ അട്രാക്ഷൻ. അപ്പോൾ ഇനിയും കറക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്, കാരണം മാർക്കറ്റിൽ വോളറ്റിലിറ്റി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല ബിസിനസ് ഓൺ ചെയ്യാനുള്ള അവസരമാണ്. ഒരു സ്റ്റോക്ക് 34% കറക്റ്റ് ചെയ്തിരിക്കുകയാണ്. ആ സ്റ്റോക്ക് ഡിസ്കൗണ്ട് റേറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതാണ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എഗെയിൻ 204 ലെവലിലേക്ക് വരികയാണെങ്കിൽ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഈവൻ 200-210 ലെവൽ നമുക്കൊരു വാല്യൂ ബൈങ് നടത്താവുന്ന ഏരിയ തന്നെയാണ് ടാറ്റ ഗ്ലോബൽ. 230 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു മൈനർ റെസിസ്റ്റൻസ്. ഈ സ്റ്റോക്ക് ഇത് ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്, വളരെ നല്ല മാനേജ്മെൻറ്റാണ്, അതുപോലെ തന്നെ ബിസിനസ് ഗ്രോത്ത് വിസിബിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്ററെ സംബന്ധിച്ചും ഇദ്ദേഹത്തിനും ഈ സ്റ്റോക്ക് വീണ്ടും ഇതിൻ്റെ ബൈങ് റേറ്റ് 260 ലെവലാണ്. അപ്പോൾ അഗൈൻ 200 ലെവലിലേക്ക് വരികയാണെങ്കിൽ സ്റ്റോക്ക് ഒന്നുകൂടി ആവറേജ് ചെയ്യണം. 328 ഇയർലി ഹൈ പോയ സ്റ്റോക്കാണ്. ഇയർലി ലോ 195 ആണ്. ഇപ്പോഴത്തെ വാല്യുവേഷൻ വളരെ ഫെയർ ആണ്. മറ്റ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനും ഇൻവെസ്റ്റ്മെൻറ്റിന് കൺസിഡർ ചെയ്യാവുന്നൊരു സ്റ്റോക്ക് തന്നെയാണ്. ദെൻ കോട്ടക് മഹീന്ദ്ര നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നതാണ്. റീസെൻ്റായിട്ട് വളരെ പോസിറ്റീവായിട്ട് ന്യൂസ് ഉണ്ടായിരുന്നു. എനിക്കൊന്ന് 2 എപ്പിസോഡ് മുമ്പ് പോലും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇപ്പോഴത്തെ 13% ഇയർലി ഹൈയിൽ നിന്നും കറക്ഷൻ മോഡിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. 1170 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്നൊരു സപ്പോർട്ട്.
ഈ സ്റ്റോക്ക് ലാസ്റ്റ് 10,000 നിഫ്റ്റി പോയ സമയത്ത് വളരെ ഡീപ്പ് കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തിരുന്നു. ലാസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് പോലും ബെറ്ററാണ്. അടുത്തൊരു ജനറേഷൻ സ്റ്റോക്കായിട്ട് ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. 1320 ആണ് കോട്ടക് മഹീന്ദ്രയിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. നല്ലൊരു ബാങ്ക്, അതുപോലെ ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് ഉള്ള നല്ല പ്രോഫിറ്റ് മേക്കിംഗ് ആയ നല്ല ബിസിനസ് മോഡൽ. അപ്പോൾ അതുകൊണ്ട് റീറ്റെയിൽ ഇൻവെസ്റ്റർ ഒരു സിംഗിൾ ബാങ്കിങ് സ്റ്റോക്ക് ഓൺ ചെയ്യുന്ന ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ കോട്ടക് മഹീന്ദ്ര നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ദെൻ ഗോദ്രേജ് കൺസ്യൂമറാണ്. 44% കറക്ഷനിലാണ്. കാരണം ആ ഒരു സെക്ടറിലുണ്ടായിരുന്ന ചില ഇഷ്യൂസ് റിസൾട്ട് അത് റിലേറ്റഡ് ആയിട്ടാണ് ഈ സ്റ്റോക്ക് ഒരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്ത്. എഗെയിൻ ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. 1468 വരെ ഹൈ മൂവ് ചെയ്തിരുന്നു. ദെൻ 643 വരെ ലോ. അങ്ങനെ ഹൈലി വോളറ്റൈലായിരുന്നു. എഗെയിൻ ഈ വോളറ്റിലിറ്റി കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ 813 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വോളറ്റിലിറ്റി കൂടുമ്പോൾ ഓപ്പർച്യൂണിറ്റി വളരെ ഹൈ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഡീപ്പ് കറക്ഷൻ മോഡിലേക്ക് പോയാൽ നമുക്കതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. കമ്പനിയെ സംബന്ധിച്ച് വളരെ നല്ല പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. എന്തായാലും വീണ്ടും ഒരു കറക്ഷനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ 780 ലെവലിലേക്ക് സ്റ്റോക്ക് വരികയാണെങ്കിൽ അതൊരു ഫസ്റ്റ് സ്റ്റേജ് എൻട്രി പോയിൻ്റ് ആയിട്ട് ഇൻവെസ്റ്റേഴ്സ് കൺസിഡർ ചെയ്യുക. അതോടെ ഇദ്ദേഹം കുറച്ച് ഹയർ വാല്യൂവിലാണ് ഇദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്. അത് വീണ്ടും അടുത്തൊരു കറക്ഷൻ സംഭവിച്ചാൽ ഒന്നുകൂടി പ്രത്യേകിച്ചും 780 ലെവലിലേക്ക് വരികയാണെങ്കിൽ ഒന്നുകൂടി ആവറേജ് ചെയ്യുന്നത് നന്നായിരിക്കും. 860 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള കൂടി. ദെൻ ഹിന്ദുസ്ഥാൻ യൂണിലിവറാണ്. വളരെ നല്ല മാനേജ്മെൻറ്റ്, കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നു, വളരെ നല്ല ഹിസ്റ്ററി. ഇപ്പോൾ ഈവൻ ലാസ്റ്റ് ഇവരുടെ സെയിൽസ് ഫിഗർ അല്ലെങ്കിൽ ഇവരുടെ പ്രോഫിറ്റബിലിറ്റി നമ്മൾ അനലൈസ് ചെയ്താൽ ഇന്ത്യ ഗ്രോത്ത് സ്റ്റോറി വിസിബിളാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവറിൽ. അപ്പോൾ ഇന്ത്യയുടെ കൺസംഷൻ സ്റ്റോറി ഇതൊക്കെ ക്യാപ്ചർ ചെയ്യണമെങ്കിൽ അതിന് പറ്റിയൊരു സ്റ്റോക്കാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ. അപ്പോൾ നമുക്കത് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ നമ്മൾ വലിയൊരു കറക്ഷൻ മോഡിലേക്ക് ഈ സ്റ്റോക്ക് പോയിട്ടില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇവരുടെ പ്രോഫിറ്റബിലിറ്റി തന്നെയാണ്. അഗൈൻ 1760 ലെവലിലേക്ക് സ്റ്റോക്ക് വരികയാണെങ്കിൽ അഗൈൻ ആവറേജ് ചെയ്യുക, അല്ലെങ്കിൽ ഇദ്ദേഹം പുതിയ ഇൻവെസ്റ്റേഴ്സിനും ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്നതാണ്. 1900 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ അൾട്രാടെക് സിമെൻ്റ് ആണ്. അതും വളരെ നല്ല മാനേജ്മെൻറ്റ്, വളരെ നല്ല ഓർഡർ ബുക്ക്, ഗ്ലോബൽ പ്രസൻസ്. ഇത് കൺസിഡർ ചെയ്യുമ്പോൾ അൾട്രാടെക് ഇദ്ദേഹത്തിൻ്റെ സെലക്ഷൻ വളരെ ബ്യൂട്ടിഫുള്ളാണ്. സ്റ്റോക്ക് ഇത് മറ്റ് ഇൻവെസ്റ്റേഴ്സും ഇത് ഫോളോ ചെയ്യേണ്ട സ്റ്റോക്കുകൾ തന്നെയാണ്. അത് ടാറ്റ ഗ്ലോബൽ ആണെങ്കിലും അതുപോലെ തന്നെ കോട്ടക് മഹീന്ദ്ര, ഗോദ്രേജ് കൺസ്യൂമർ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, അൾട്രാടെക് വളരെ നല്ലൊരു പോർട്ട്ഫോളിയോ ആണ്. മറ്റ് ഇൻവെസ്റ്റേഴ്സും ഇത് ഫോളോ ചെയ്യുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. 3800 ഇമ്മീഡിയറ്റ് അൾട്രാടെക്കിൽ വരാവുന്ന സപ്പോർട്ട്. അതിൽ 4300 ഒരു മൈനർ റെസിസ്റ്റൻസ് ആണ്. ദെൻ എക്സൈഡും അടുത്തൊരു ജനറേഷൻ സ്റ്റോക്ക് തന്നെയാണ്. ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്കാണ്. ഏകദേശം 12% ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ മൂവ് ചെയ്യുന്നത്. 250 ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട്. ഇപ്പോഴത്തെ 265 ലെവലിലാണ്. വീണ്ടും നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഈ ഡിസംബർ സീരീസിൽ മാർക്കറ്റ് ഒരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്താൽ അതൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. 265 ലെവലിലേക്ക് എക്സൈഡ് വരികയാണെങ്കിൽ ലോങ് ടൈം വ്യൂവിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 285 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു മൈനർ റെസിസ്റ്റൻസ് ആണ്. ഞാൻ ഈ മൈനർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ് റെസിസ്റ്റൻസ് ആണ്. മാർക്കറ്റിൽ ഒരു റൈഡ് സംഭവിക്കുകയാണെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതൽ തന്നെയാണ്. കാരണം മാർക്കറ്റ് ഒരു ഡീപ്പ് കറക്ഷൻ മോഡിലാണ്. അപ്പോൾ പലപ്പോഴും വോളറ്റിലിറ്റി വളരെ കൂടാനുള്ള സാധ്യത, പ്രത്യേകിച്ചും ക്രൂഡ് പ്രൈസിലുള്ള കറക്ഷൻ റുപ്പി സ്ട്രെങ്തൻ ചെയ്യുന്നു. അതുപോലെ ഈ ഗ്ലോബലി വരാവുന്ന ന്യൂസുകളൊക്കെ തന്നെ മാർക്കറ്റിൽ വോളറ്റിലിറ്റി ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ മാർക്കറ്റിൽ റൈഡും സംഭവിക്കാം, അതോടൊപ്പം തന്നെ കറക്ഷൻ സംഭവിക്കാം. അതൊക്കെ ഇൻഡിവിജ്വൽ സ്റ്റോക്കിലും ഇത് റിഫ്ലക്റ്റ് ചെയ്യും. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുക. ദെൻ ഡോക്ടർ റെഡ്ഡീസ് ആണ്. ഒരു ഫാർമ സെക്ടറിൽ വലിയൊരു ഡീപ്പ് കറക്ഷൻ മോഡിലേക്ക് പോയൊരു സെക്ടറായിരുന്നു. അതിൽ നിന്നും വളരെ ഷാർപ്പായുള്ള റിക്കവറി ഡോക്ടർ റെഡ്ഡീസിലും പല ഫാർമ സ്റ്റോക്കിലും സംഭവിച്ചു. അപ്പോൾ ഡോക്ടർ റെഡ്ഡീസ് എന്ന് പറയുന്ന അടുത്ത ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഫാർമ സ്റ്റോക്ക് തന്നെയാണ്. 2450 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ട്. അതിൽ 280 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ് ആണ്. ഇദ്ദേഹത്തിൻ്റെ സ്റ്റോക്ക് ഇതൊരു മോഡൽ പോർട്ട്ഫോളിയോ ആയിട്ട് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അടുത്തൊരു 6 മന്ത്സിലേക്ക് ഈ സ്റ്റോക്ക് മാത്രം ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ കൺസിഡർ ചെയ്ത് ഈ സ്റ്റോക്കിൽ വരുന്ന കറക്ഷൻ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയാൽ അതൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. വോളറ്റിലിറ്റി വരുന്ന 6 മാസം വളരെ കൂടാൻ സാധ്യതയുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുക, ഓരോ കറക്ഷനും അത് കണ്ടിന്യൂസ് കറക്ഷൻ മോഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാറില്ല. ഓരോ കറക്ഷനിൽ നിന്നും മാർക്കറ്റിൽ റിക്കവറി സംഭവിക്കും. കഴിഞ്ഞ 15 ഇയേഴ്സ് 10 ഇയേഴ്സ് ഹിസ്റ്ററി എടുത്താൽ കറക്ഷൻ സംഭവിച്ചാൽ അതിലുപരി പുതിയ ഹൈ ബ്രേക്ക് ചെയ്താണ് മാർക്കറ്റ് പലപ്പോഴും മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി എപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. വളരെ നന്ദി ഭുവനിധൻ, മാർക്കറ്റ് വാച്ചിലൂടെ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്. മാർക്കറ്റ് വാച്ചിൽ ഇനി ബിഗിനേഴ്സ് ഗൈഡാണ്. ഈ വാരത്തിൽ നിക്ഷേപത്തിന് അനുയോജ്യമായ ഒരു പ്രധാനപ്പെട്ട ഓഹരിയും ഒരു പ്രധാനപ്പെട്ട മ്യൂച്വൽ ഫണ്ടുമാണ് ബിഗിനേഴ്സ് ഗൈഡിലൂടെ പരിചയപ്പെടുത്തുന്നത്.
ഇന്ത്യസ് നമ്പർ 1 ഫാഷൻ ലൈഫ്സ്റ്റൈൽ എൻറ്റിറ്റിയായ ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ ലിമിറ്റഡ് ആണ് ഈ ആഴ്ച പരിചയപ്പെടുത്തുന്നത്. ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള ആദിത്യ ബിർള നുവോ മധുര ഫാഷൻ ഡിവിഷനും അവരുടെ സബ്സിഡറീസായ പാൻറ്റലൂൺസ് ഫാഷൻ ആൻഡ് റീറ്റെയിൽ ആൻഡ് മധുര ഫാഷൻ ആൻഡ് ലൈഫ്സ്റ്റൈലും കൺസോളിഡേറ്റ് ചെയ്താണ് ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ ലിമിറ്റഡ് ആയത്. കമ്പനിയിൽ പ്രൊമോട്ടേഴ്സിന് 59% ഹോൾഡിംഗ്സും ഇൻസ്റ്റിറ്റ്യൂഷൻസിന് 27% ഹോൾഡിംഗ്സും നോൺ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് 13% ഹോൾഡിംഗ്സുമാണ് ഉള്ളത്. എല്ലാ തരത്തിലുള്ള ക്ലോത്തിങ്ങുകളും വൈവിധ്യമായ ബ്രാൻഡുകളിൽ ഇവർ ലഭ്യമാക്കുന്നു. കൂടാതെ ആളുകളുടെ സ്പെൻഡിംഗ് ഇൻകം കൂടുന്നതും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. കഴിഞ്ഞ ക്വാർട്ടറിലെ റിസൾട്ട് വന്നപ്പോൾ മധുര ആൻഡ് പാൻറ്റലൂൺസ് ബിസിനസ് സെഗ്മെൻറ്റ്സ് നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. 2018 ജൂലൈ സെപ്റ്റംബർ ക്വാർട്ടറിൽ 43 കോടിയാണ് കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഇത് 2017 സെയിം ക്വാർട്ടറിൽ 10 കോടി ലോസ് ആയിരുന്നു. ലൈഫ് സ്റ്റൈൽ ബ്രാൻഡ്സിൽ പുതിയ പ്രോഡക്റ്റുകൾ കൊണ്ടുവന്നതും കൂടുതൽ കാറ്റഗറികൾ ഉൾപ്പെടുത്തിയതും വളരെ മികച്ച മാർക്കറ്റിംഗ് ക്യാമ്പയിനുകളും കൊണ്ട് കമ്പനി നേടിയെടുത്ത ഈ ലാഭവളർച്ച വരും ക്വാർട്ടറുകളിലും പ്രതിഫലിക്കുമെന്നാണ് പ്രതീക്ഷ. ABFRL current market price 207 rupees and 2019 target price 282 rupees. ICICI Prudentialന്റെ ബാങ്കിംഗ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് ഫണ്ടാണ് ഈ ആഴ്ച പരിചയപ്പെടുത്തുന്നത്. ബാങ്കിംഗ്, ഫിനാൻഷ്യൽ ആൻഡ് നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനീസിൻ്റെ ഈക്വിറ്റി ആൻഡ് ഈക്വിറ്റി റിലേറ്റഡ് സെക്യൂരിറ്റീസിലാണ് ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ബെഞ്ച്മാർക്ക് BSE ബാങ്ക് ഇൻഡെക്സിൻ്റെ ഷെയർസിലാണ് കൂടുതലും നിക്ഷേപിച്ചിരിക്കുന്നത്. ജയൻ്റ് ആൻഡ് ലാർജ് ക്യാപ് സ്റ്റോക്സിൽ 57%, മിഡ് ക്യാപ് സ്റ്റോക്സിൽ 28%, സ്മോൾ ക്യാപ് സ്റ്റോക്സിൽ 14%മാണ് നിക്ഷേപം. ICICI ബാങ്ക്, HDFC ബാങ്ക്, SBI, ബജാജ് ഫിൻസർവ്, ബാങ്ക് ഓഫ് ബറോഡ, M&M ഫിനാൻഷ്യൽ സർവീസസ്, മുത്തൂറ്റ് ഫിനാൻസ്, കരൂർ വൈശ്യ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ബജാജ് ഫിനാൻസ്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, LIC പ്രുഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ്, SBI ലൈഫ് ഇൻഷുറൻസ് കമ്പനി എന്നിവയിലാണ് മെയിൻ ഹോൾഡിംഗ്സ്. ഫിനാൻഷ്യൽ സെക്ടർ കമ്പനീസിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് തിരഞ്ഞെടുക്കാവുന്ന ഒരു മികച്ച ഫണ്ടാണിത്. ഫണ്ട് സൈസ് 2595 crore, NAV 59.92 rupees, മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 5000 rupees ആൻഡ് മിനിമം SIP 100 rupees. മാർക്കറ്റ് വാച്ചിന് ഇലക്കം അവസാനിക്കുകയാണ്. വിപണിയെ സംബന്ധിച്ച് നിങ്ങളുടെ സംശയങ്ങൾ തുടർന്നും investment@asiannews.in എന്ന വിലാസത്തിലേക്ക്. മാർക്കറ്റ് വാച്ചിന് അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.